വാ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ സീ ലൈഫ് അക്വേറിയത്തിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ അതിസാഹസികമായിട്ട് 1 മണിക്കൂർ ലേറ്റായി. എടോ അയ്യോ എൻ്റെ ദൈവമേ എടാ നീ ഇല്ല കൊള്ളന്റെ സാധനം കറി അല്ല മീൻ മൊത്തം ഷാർക്ക് എന്റെ മീ ഇത് മേളോട്ട് വരുമോ? പിന്നെ ചോറ് കഴിക്കാൻ വരും. അല്ല അമ്പലക്കുളത്തിലെ മീനല്ലേ? എന്റെ ഫോൺ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ താഴോട്ട് ഇത് വന്ന് കുത്തിയാലോ ഞാൻ താഴെ പോത്തില്ലേ, എനിക്ക് നീന്താ പോലും അറിയത്തില്ല. അത് മൊത്തം ഷാർക്കാ, വലിയ ഷാർക്കല്ല. അത് ക്യാമറയിൽ കിട്ടിയ സെറ്റാണ്. എനിക്ക് നടക്കാൻ മാത്രമേ ഉള്ളൂ പേടി. അവരിച്ചോട്ടു. പക്ഷെ എന്നാലും ഇനി അതെ അപ്പൂ ഇപ്പോഴാണ് ഒന്ന് ഉത്തേജ് ജീവൻ വെച്ചത്. ഈ മീനെ അറിയോ? എന്റെ ഇത് മാല ഒട്ടിപ്പിടിച്ചു. ഈ മീനെ അറിയോ? നമ്മുടെ നാട്ടിലെ പൂമീനായത് മിൽക്ക് ഫിഷ്. നോക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പ്ലേറ്റ്സ് ഒന്നും കണ്ടില്ലേ? വെള്ളമൊക്കെ ഉണ്ട്. കേറിപ്പോന്നോ? അതെ അതാ പ്ലേറ്റ്സ്. ഇവിടെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫിഷില്ലേ, ആ പരന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ ആ 2 എണ്ണം കണ്ടോ പരന്നത്? അതൊരു മീൻ. ആ പരന്നടപ്പില്ല താഴെ. അത് മീനാണോ? ആ രണ്ടോ ആ പരന്ന് കിടക്കുന്നല്ലോ വട്ടത്തില്. അതൊന്ന് ഇത് ഇവിടെ കണ്ടോ മണ്ണിന്റെ കളർ. അത് മീനായിരുന്നോ? അത് പ്ലേറ്റ്സ്. ഇത് കട്ട് ചെയ്ത 4 പ്ലേറ്റ്സ് ഞങ്ങൾ കട്ട് ചെയ്ത. എനിക്ക് അറിയത്ത പോലും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടേ. ഇച്ചിരി നീക്കി എനിക്കിടെ കാണണം. നോക്കിക്കേ അതിന്റെ മൊത്തം അതിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള മീനുകൾ. അത് എന്താണ് പേര്? മേളില് ഫ്രീസറില്. എനിക്ക് അളിയൻ്റെ കൂടെ ഒരു ഫോട്ടോ ആണ്. അളിയാ മോനെ പട്ടി എന്നെ വിളിച്ചോ. ഹായ് അവൻ ആമയെ കണ്ട് എങ്ങനെ എനിപ്പിക്കാൻ നോക്കുമായിരുന്നു. കുഞ്ഞു ഫീൽ. ഇതിനകത്ത് മൊത്തം കളർഫുൾ മീനുകളാ. കണ്ണാടി വെച്ച പോലെ അമ്മച്ചേച്ചിക്ക് ഇത് വിഷയം, നമുക്ക് നല്ല വിഷയമാണ്. അതിന് കുഞ്ഞാണോ? കുഞ്ഞല്ലേ പഫറോ. സെറ്റാണ്. ഇത് ആനിമോനീസും ക്ലോൺ ഫിഷും. നിമോ. അതെ തന്നെ ക്ലോൺ ഫിഷിന്റെ പേരല്ലേ നിമോ. അതാ ഫൈൻഡിങ് നിമോ. നിമിഷം ഇത് മൊത്തത്തില് ഒരു ഇതിന്റെ കൂടെയാണല്ലോ നിൽക്കുന്നേ. ഞാൻ ചെന്ന് ഇവിടെ ജോലിയെല്ലാം ഉണ്ടോ നോക്കട്ടെ. സ്പോൺസർഷിപ്പ് ഞാൻ പണിക്കുവാ, നിങ്ങൾക്ക് പോടെ. അപ്പോൾ തൃപ്തി അടങ്ങുവാണ് ഇത് കണ്ടിട്ടല്ലേ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ എല്ലാം അവൻ തീർക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഇതുവെല്ലാം കേറാൻ പോവാതെ പറ്റാതെ ക്യാൻസലായി പോയിട്ട് നിന്നെ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. ഓടിച്ചിട്ട് അടിക്കുന്നില്ല, അന്നേരം അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ. ബ്ലൂ ടാങ്ക് ഇവിടെ ഫോട്ടോ. അവന്റെ മുഖത്തോട് ചേർന്ന് വരുന്നത്. ഫിറോസിക്കൊന്നും കാണണ്ട, അടിച്ചു വന്ന് കറി വെച്ച് തിന്നേനെ പുള്ളി.
ഇത് കറക്റ്റ് സ്പോട്ടായിരുന്നു. ഇത് കണ്ടു സർക്കുന്നുണ്ടോ? ഇതാണ് കറക്റ്റായിട്ട് കയറി വരുന്നു. അവൻ ഷാർക്കിനോട് സംസാരിക്കാനാണോ പോകുന്നത് അതോ കാണാനാണോ പോകുന്നത്? എനിക്കൊരു സംശയമുണ്ട്. ഷാർക്കിന്റെ ഫിൻ, ഹൈ ഫിൻ, ബ്ലൂ ലോബ്സ്റ്ററിന്റെ ക്ലോസ്. ഷാർക്കിന്റെ സ്കിന്നോ? ഇതിന്റെ സ്കാംബീസ് ഷാർക്ക് ഫിൻ കണ്ടോ? സ്കാർസിൻ സ്കിൻ. സീ ഹോഴ്സ്. അവൻ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു നോക്കി, ഞാൻ ആദ്യമായിട്ട് കാണോ ഇതിന്റെ നേരിട്ട് ഇങ്ങനെ. അത് അനങ്ങുന്നത് കണ്ടോ? ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ. എല്ലാം പിള്ളേരാണോ? മെയിലായിരിക്കും, മെയിലോ ഫീമെയിലായിരിക്കും. സീ ഹോഴ്സ് കൊള്ളാമേ, അടിപൊളിയാണ്. ഒരു ഇഷ്ടം പഞ്ച് മൊത്തം ഏതിനകത്ത് എന്തോടാ എന്താ സാൻഡ് ടർട്ടിൽ? അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ക്യാനൊക്കെ കൊടുത്ത് ക്യാൻ കടിച്ച് ഒട്ടിക്കുന്നു. പ്രായമുള്ളതാണോ അതിന് അതോ സ്കിൻ അങ്ങനെയാണോ? ഇതിങ്ങനെ നല്ല പറ്റും ഇന്ത്യയില്. അടുത്ത ഫോറസ്റ്റ് നമ്മുടെ സ്വന്തം ഷൈനു. അറുവണ നമ്മുടെ പേര് അരവണ. സിൽവർ അരവണ അല്ലേ? വെളിന്നെടുക്ക്, അതിനകത്ത് എങ്ങോട്ട് വരുന്നത്? ഇതോ? പോകുമ്പോ നമ്മളിതൊക്കെ വളരെ മടുത്ത ഐറ്റംസ്. പെർഫോമൻസ് ആയിരുന്നു. ഒറ്റ അടിക്കായിരുന്നു എല്ലാം കൂടെ വന്നല്ലേ? ഒറ്റടിക്കാണ് അത് വന്നത്. സ്വിം ചെയ്യുന്നുണ്ടല്ലേ താഴെ? സെയിം തന്നെ താഴോട്ട് പോയി. Penguins diving and swimming. Wow. മൊത്തത്തിൽ കളിക്കുകയാണ്. ഇല്ലടാ, അവിടെ ചെന്ന് മൊത്തത്തിലും കളിക്കുകയാണ്. ഇങ്ങനെ തീറ്റ അല്ലേ അടുത്ത്? അടുത്ത് അവരുടെ പ്ലേ ടൈം ആണെന്ന് തോന്നുന്നു. പെൻഗ്വിൻ്റെ എൻ്റെ ദൈവം വേറെ ലെവൽ. അത് എന്തുവാ, ഡൈവിങ് ആണോ ഡാൻസ്? ഇതേ നമ്മുടെ പെൻഗ്വിൻ പോന്നു. നമുക്ക് നമ്മുടെ പെൻഗ്വിൻ്റെ പുറകെ പോവാം. നോക്കുന്നതൊക്കെ കണ്ടിന്യൂ. അവൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് കാണുന്ന ആദ്യമായിട്ടാ. ഓ മൈ ഗോഡ്, എന്തായിരുന്നു അതിന്റെ വെള്ളത്തിൽ കൂടെ ഉള്ള പെർഫോമൻസ്? നീ ഫോൺ തിരിക്കടാ, ഫോൺ തിരിക്ക്. അങ്ങനെ ഇനിയും തിരിക്ക്. ഇനി പോർട്രേറ്റിൽ എടുക്കാൻ കാശ് വേണം. കാശ് വാ, UK പണിയെടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓടാ രാത്രി ആയപ്പോഴത്തേക്ക് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കണ്ടോ? ബിഗ് ബെന്നൊക്കെ നോക്ക് സെറ്റായല്ലേ? വേറെ ലെവൽ ലുക്ക്. ഇതെന്ത് ഇത്ര ആയുള്ളൂ? 4:34 ആയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സീ ലൈഫ് അക്വേറിയത്തിൽ, നമ്മുടെ അപ്പുവിൻ്റെ സ്വന്തം സീ ലൈഫ് അക്വേറിയത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് അപ്പം പോയിട്ടിരുന്ന് കേൾക്കണ്ട, അപ്പുവിൻ്റെ സ്വന്തം അപ്പൻ്റെ അല്ല അപ്പുവിൻ്റെ. ഇന്നങ്ങനെ മൂന്ന് സ്ഥലത്ത് നമ്മൾ പോയത്. ലണ്ടനായി, നമ്മുടെ വാക്സ് മ്യൂസിയം. പേര് പറ മ്യൂസിയം. എന്ത് മ്യൂസിയം? അങ്ങനെ നമ്മൾ 3 സ്ഥലത്ത് നമ്മൾ പോയി ഫുൾ സെറ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഈവനിങ് സമയത്ത് ഈ ഒരു എൻഡിങ്ങിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങും ഉള്ള സമയമായിട്ടുണ്ട് അല്ലേടാ? അതോ നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ?
അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു വീഡിയോയിലൊക്കെ എത്തുന്നത് ബൈ. എല്ലാവർക്കും ബൈ കൊടുത്തേക്ക്.